എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നോ? എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ക്ലാസ് തുടങ്ങിയില്ലല്ലോ അല്ലേ? ഓക്കെ ഷഹന. ഹായ്, സഫീറ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറെ നേരം ചെക്ക് ചെയ്യുന്നു. തോട്ട് പറയുന്ന ആക്ഷൻ സോങ് ആണ് സാഫിറ. ഉണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അത് ക്ലാസ് സ്മാർട്ട് അക്കാദമി അത് മ്യൂട്ടായി. ഇന്ന് ജിഷ മാം അല്ലേ? ഇന്ന് ജിഷ മാമിന്റെ ക്ലാസ് ആണ്. ഇനിയിപ്പോ ഇന്നലെ ക്ലാസ് ലീവ് അല്ലായിരുന്നു, അപ്പൊ ഇനി ആരാന്നറിയില്ല. അപ്പൊ ഇന്ന് സെമിനാർ ഉണ്ടാണോ അല്ലേ? കഴിഞ്ഞ ആഴ്ച ഞാൻ കയറിയില്ല. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നോ സെമിനാർ? കഴിഞ്ഞ ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നോ? അന്ന് ജിഷ മാം വന്നിട്ടില്ലല്ലോ. അന്ന് വേറെ അപർണ മാം ഒട്ടല്ലോ നിർത്ത്. കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഇല്ലായിരുന്നു മാമിന്റെ. മഴ പെയ്തിട്ട് തിരെ റേഞ്ച് കിട്ടുന്നില്ല. Good afternoon, and I'm very sorry. I thought it is 12:30. Good afternoon, ma'am. Good afternoon, ma'am. Thank you. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am.
Good afternoon to all, and I am very sorry for keep waiting you all. എല്ലാരും ഞാൻ വെയിറ്റ് ചെയ്യിക്കുവായിരുന്നല്ലേ. പെട്ടെന്ന് 12:30 എന്തോ മനസ്സിലാക്കി ആ ഒരു ടൈം ഒന്നും അതാ പറ്റില്ല. 11:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നപ്പോ ഞാൻ വിളിച്ചു നെക്സ്റ്റ് 12:30 ആണല്ലോ എന്നൊരു തോട്ടായിരുന്നു. Okay, fine. Okay, we can start. Who is going to the prayer? One second. In case ഞാനിങ്ങനെ വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുക, തോട്ട് ഫോർ ദ ഡേ ചെയ്യുക, സൈൻ ഔട്ട് ചെയ്യുക കേട്ടോ. പ്രെയർ ടീച്ചർ വന്നില്ലെങ്കിലും യു ക്യാൻ സ്റ്റാർട്ട് ദ ക്ലാസ്. ഓക്കെ, നമ്മുടെ രീതി മെത്തേഡ് അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ജോയിൻ ആയില്ലെങ്കിലും നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകണം. മേ ബി ടെക്നിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പ്രീവിയസ് ക്ലാസ്സിന് ചിലപ്പോൾ ഇറങ്ങാൻ ലേറ്റ് ആകുമ്പോൾ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ടീച്ചർ കുട്ടികൾ എന്നുള്ളതല്ല, എല്ലാവരും ഓൾ ആർ ദ സെയിം പോലെ. Okay, fine. Once again, a very good morning, good afternoon to all, and please forgive me once again. Okay, and please start prayer. Good afternoon, ma'am. Everything I am, everything I am, everything I'll be, everything I'll be. I give it to you, Lord. I give it to you, Lord, and do it thankfully, thankfully. Everything I have, everything I have, all you given me, all you given me. I give it to you, Lord. I give it to you, Lord, and do it thankfully, thankfully. Every song I sing, every praise I bring, everything I do is a gift to you, is a gift to you, is a gift to you. Thank you, ma'am. Okay, what's next? Sign in, ma'am. Good afternoon, everyone, and welcome to today's live class. I am Shubna Sadiq. I want to welcome our Jisha ma'am. Let's make today a positive and productive day, and remember to always believe in ourselves and each other. I welcome our friend Emma Rajesh for today's thought. Thanks, everyone. Good afternoon, ma'am. Thought of the day. Education is not the learning of facts, but the training of the mind to think. Albert Einstein. Thank you. Ma'am, action song. Yeah, yes, please. I am Safira. Healthy food, who are you? I am the one that is good for you. I make you grow tall and strong and give you energy all day long. Junk food, who are you? I am the one that is bad for you. I make you weak and very sick. You become lazy and no more kick. Thank you, ma'am. Tension ആണ്. എന്തിനാ ടെൻഷൻ? നന്നായി ചെയ്തല്ലോ. തന്നെ എഴുതിയതാണോ സ്ഥാപിത? അല്ല ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തേ മാം. എന്നാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു എന്താ പറയാ പവർ, അത് ചെയ്യാനുള്ള ഒരു ധൈര്യം, അപ്രീഷിയേറ്റിംഗ് ദാറ്റ് എല്ലാവർക്കും ഇല്ലാത്തതാ. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10 months ഒക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ 10-11 months ഒക്കെ ആകുമ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞ് വൈവയ്ക്ക് വരുമ്പോഴാണ് പലരുടെ ആ ഒരു ഷൈനസ് ഇൻഹിബിഷൻ വീണ്ടും പുറത്തേക്ക് വരും. അതൊന്നും വേണ്ട, കാരണം കുട്ടികളുടെ കൂടെ കൂടുമ്പോഴുണ്ടല്ലോ അവർക്ക് ഡിമാൻഡ് ചെയ്യും. നമുക്കപ്പോൾ അതിനൊരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, സോ ഇന്നലെ നമ്മുടെ 1, 2, 3 ബാച്ചസിന്റെ കോൺവെക്കേഷൻ ആയിരുന്നു ഒരുമിച്ച്. 2 batch 3 batchും ഫ്രം ദ ബിഗിനിങ് 2 batchൽ കുറച്ച് കുട്ടികളുള്ളത് കാരണം അവർ ഒരുമിച്ച് ചേർത്ത് ഒരു 3 എന്നുള്ള ബാച്ച് ആയിരുന്നു. പറയുമ്പോൾ 1, 2, 3 all are very happy. സെമിനാർ റെഡിയാണ്. എന്താണ് നമ്മുടെ ടോപ്പിക്? ഞാൻ ക്ലാസ്സുമായിട്ട് കണക്ഷൻ ഒക്കെ കുറെ വിട്ടു. എന്തായിരുന്നു ടോപ്പിക്? എന്തായിരുന്നു? ഹെലൻ കെല്ലറിന്റെ
topics. എത്ര പേര് റെഡിയാ? ഞങ്ങള് 6 പേരായിട്ടാണ് ചെയ്യുന്നത്. അപ്പോ ഏർലി ലൈഫ്, എഡ്യൂക്കേഷൻ, പേഴ്സണൽ ലൈഫ്, പിന്നെ ഇൻട്രൊഡക്ഷൻ ആര്യ ചെയ്യണം, പിന്നെ ഒരു കൺക്ലൂഷൻ മഞ്ജു മനോജ്. ഓക്കെ, നിങ്ങള് എന്ത് ടോപ്പിക് ഇപ്പൊ നമ്മള് ക്ലാസ്സിലൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ സെമിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ബട്ട് എന്നാലും അതൊരു റിപ്പോർട്ട് പോലെ കയ്യിൽ കീപ്പ് ചെയ്യണം. കാരണം വൺസ് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തെല്ലാം ചെയ്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ നമ്മൾ കോൺഫിഡന്റ് ആയി ചെയ്ത കാര്യം റിപ്പോർട്ടായിട്ട് കാണിക്കുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. അപ്പൊ അവർക്കും കാരണം ഹെലൻ കെല്ലറിന്റെ ടീച്ചറിന്റെ കാര്യങ്ങളൊക്കെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ എഡ്യൂക്കേഷൻ മെത്തേഡുമായിട്ട് വളരെ കണക്റ്റഡാ. കാരണം സെൻസസ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ഹെലൻ പഠിക്കുന്നത് അല്ലെ. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ 5 സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് മെയിൻ ആയിട്ടും വരുന്നത്. ഓക്കെ, സോ പ്ലീസ് സ്റ്റാർട്ട്. ആര്യ ആണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട്. Okay, Arya, please. Waiting for you. I am Arya. Start ചെയ്യട്ടാ. Good afternoon. If you are comfortable, please switch on the video. Comfortable ആണെങ്കിൽ മാത്രം ഞാൻ നിർബന്ധിക്കല്ല കേട്ടോ. എല്ലാവർക്കും ആക്കണം. വീഡിയോ ഓൺ ആക്കിയല്ല, എന്റെ റേഞ്ച് ഇഷ്യൂ കാരണം എന്റെ വോയിസ് ബ്രേക്ക് ആവും. ഓക്കെ, എന്നാ വേണ്ട. ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. No problem. Please. Good morning, everyone. It is my pleasure to welcome you all to today's seminar on an extraordinary woman who turned adversity into achievement, Helen Keller. Born in 1918, Helen Keller lost her sight and hearing at just 19-month-old due to an illness. Despite their immense challenge, she went on to become a symbol of courage, determination, and individual brilliance. In this seminar, we will explore her life and education and personal growth. Let us delve into the incredible journey of Helen Keller, a true testament to the power of the human spirit. Let's welcome Sajana to speak about her early life. I would like to welcome Adira Kiran to talk about her personal growth. I invite to speak about Ramya, her education. And finally, I would like to welcome Manju to talk about seminar conclusion. Thank you. All the best, guys. Good afternoon, everyone. My name is Sajana Endo. My presentation topic is early life. Helen Keller's early life was a challenging journey that would eventually lead to her becoming one of the most inspiring figures of the 20th century. Born on June 27, 1880, in Tuscumbia, Alabama, Helen Keller started life like any other child, but at just 19 months old, she fell seriously ill with a fever that left her deaf and blind. This sudden loss of her senses was incredibly difficult for Helen and her family, as she struggled to communicate and understand at the world around her. Despite these immense challenges, Helen's parents refused to give upon her and sought out help from experts who specialized in teaching children with disabilities. It was during this search for help that they met Annie Sullivan, a determined and passionate teacher from the School for the Blind, who would go on to play a pivotal role in unlocking Helen's potential and guiding her through the complexities of learning and communication. With Annie's patient and innovative teaching methods, Helen slowly began to grasp the concept of language and communication through touch, spelling words into her hand, and eventually learning to read, write, and high speak, setting the stage for her remarkable journey of personal growth, education, and advocacy that would inspire countless people around the world. Thank you, ma'am. Thank you to all. Hello, ma'am. Hi, ma'am. I'm Danya. Good afternoon. My presentation topic is Helen Keller's education. Her education journey is inspiring for everyone in any situation. Helen Keller's education was made possible by her amazing teacher Annie Sullivan, who played a crucial role in her life, just like a guiding light.
Sullivan illuminated Keller's path, spreading knowledge and understanding through innovative teaching methods, including finger spelling and sign language with patience. Persistence and dedication, Sullivan nurtured Keller's growth, helping her break through the barriers of deaf-blind world. As a beacon of hope, Sullivan encouraged and supported Keller's leading towards a bright future. Keller academic achievements were remarkable as she went on to attend the Perkins School of the Blind and later graduated from Harvard University's Radcliffe College. Sullivan's unwavering support and guidance enabled Keller to overcome the challenges she faced and achieve great things. Keller became a renowned author, speaker, and advocate for people with disabilities, inspiring millions with her determination and resilience. A true teacher lights the way for all students, treating each everyone with kindness, encouragement, and support, helping them reach their full potential and shine in their own unique way. Thank you, ma'am. Thank you all. Good afternoon, everyone. I am Adira Kiran. My topic, Helen Keller's personal growth. Helen Keller's life is one of the most inspiring examples of personal growth in history. At just 19 months old, she lost both her sight and hearing due to illness. She grew up in a world of silence and darkness, unable to communicate and often frustrated and angry. But everything changed. But when Annie Sullivan, her teacher, come into her life through patience and creativity, Annie taught Helen to understand language by spelling words into her hand. The moment Helen connected the word water to the cool liquid pouring our hand, her world opened up. From that moment, Helen grew rapidly. She learned to read, write, and even speak. She went on to become the first deaf-blind person to earn a college degree. More than that, she became an author, a speaker, and a global advocate for the people with disabilities. Helen Keller showed us that personal growth is possible even in the face of incredible obstacles. With determination, education, and support, she turned her challenges into a powerful purpose. Thank you all for your attention and participation. Thank you. കഴിഞ്ഞോ? സോ ആര്യ, ആതിര, സജിനിയും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന അതല്ലേ? അതെ അതെ, ഒരു ഡിവൈസിലാണ് സജിനി പിന്നെ ആരായിരുന്നു? ധന്യ. ഓക്കെ ഓക്കെ. മഞ്ജു ആണ് കൺക്ലൂഷൻ പറയുന്നത്. Conclusion of Helen Keller's life story. Helen Keller's life story is a profoundly inspiring testament to the human spirit, capacity for resilience, determination, and transformation. Despite the extraordinary challenges she faced as a deaf-blind individual, Helen Keller's unwavering dedication to education, advocacy, and personal growth enabled her to achieve greatness, leaving an indelible mark on history. Her remarkable journey serves as a powerful reminder that every individual has the potential to make a meaningful difference in the world, regardless of their circumstance. As we reflect on her legacy, we are inspired to cultivate empathy, kindness, and understanding in our own lives, striving to create a more just, equitable, and compassionate world where everyone has the opportunity to thrive and reach their full potential. By embracing the values of perseverance, selflessness, and determination that defined Helen Keller's life, we can work towards building a brighter future for all, where every individual can live with dignity, purpose, and fulfillment, and where her legacy continues to inspire and motivate generations to come. Thank you, Miss. സോ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ എന്തായാലും 12:10 സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു 13 മിനിറ്റ്സ് എടുത്തുള്ളൂ. അതായത് 10 to 15 മിനിറ്റ്സ് ഒരു ടീം എടുത്തു അല്ലെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഹെലൻ കെല്ലറെ കുറിച്ച് അങ്ങനെ നിങ്ങൾ എടുത്തു കഴിയുമ്പം ആളെ പറ്റി കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് അറിയാൻ പറ്റും. നമുക്ക് അങ്ങനെ എഡ്യൂക്കേഷണൽ ഫീൽഡിലുള്ള പലരെയും അല്ലെങ്കിൽ
സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത കുറേ നല്ല സോൾസ് ഉണ്ട്. നമ്മൾ അറിയാതെ പോയവരും അറിഞ്ഞിട്ടുള്ളവരും എന്തൊക്കെയോ അറിയാവുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്കൊരു പെർ വീക്കില് അങ്ങനെ ഒരു സെമിനാർ നമുക്ക് എടുക്കുവാണെങ്കിൽ കുറെ ആളുകളെ പറ്റി അറിയാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഹെൻറി ഡുനന്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വൈഷ്ണവി, I know that you people are ready. Let me talk for 2-3 minutes. Okay, please. Okay, ma'am. Okay, അപ്പൊ ഹെൻറി ഡുനന്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആളുടെ പേര് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ആള് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും എന്താണ് ഹെൻറി ഡുനന്റ് ആരായിരുന്നു എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അദ്ദേഹം വളരെ ഒരു എന്താ പറയുക, ഒരു ബിസിനസ് ഫാമിലി എന്നുള്ള ആളായിരുന്നു. പഠിക്കാനൊന്നും അത്ര ഭീകര പഠിത്തമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം സ്പെല്ലിംഗ് ആയിട്ടൊന്ന് പറഞ്ഞു. റെഡ് ക്രോസിന്റെ ഫൗണ്ടർ എന്ന് തന്നെ പറയാം. ഹെൻറി ഡുനന്റിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് എനിക്ക് വലിയ ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുമ്പോൾ എന്തായാലും ഓട്ടോ കറക്ഷൻ വരുമായിരിക്കും. ഇതുപോലെ ഹെലൻ കെല്ലറെ പോലെ അദ്ദേഹത്തെ പറ്റിയും ഒന്ന് മനസ്സിലാക്കി റെഡി ആകുമ്പോൾ നമുക്ക് വി ക്യാൻ ഡു കുറെ അറിയാൻ പറ്റും. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ വോയിസ് മോഡുലേഷൻ ചേഞ്ച് ചെയ്ത് ടോൺ ചേഞ്ച് ചെയ്ത് അവർക്ക് അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് വൈഷ്ണവി ആൻറ്റി, റൈറ്റ്? വൈഷ്ണവിയുടെ പേര് വന്നുകൊണ്ടാണ് ഞാൻ വൈഷ്ണവി എന്ന് പറഞ്ഞത്. ആരൊക്കെയാണെന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ജസ്റ്റ് പ്ലീസ് സ്റ്റാർട്ട്. ഹലോ മാം, ഞങ്ങൾ 5 പേരാണുള്ളത്. ഓക്കെ, ഞാൻ ആതിര ടി.കെ. ഞാനാണ് ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത്. സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്തോട്ടെ പ്ലീസ്. കാണുന്നുണ്ടോ? ഹലോ, കാണാം. കാണാൻ പറ്റുന്നുണ്ടോ? റിയാക്ഷൻസ് കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ. സോ നമ്മൾ പറയാൻ തന്നെ വേണം എന്തെങ്കിലും ചോദിച്ചാൽ. ഓക്കെ, അതിനാ നല്ല ക്ലിയർ ആയിട്ട് കാണാം. Okay. Hello, good afternoon, Jisha ma'am and my cherished friends. Today, we are here to present a seminar on Helen Keller's school life, struggles and challenges. Our group is named Lady Warriors and we are a total of 5. Myself, Adira D.K., Vaishnavi, Noora, Ramya Thomas and Priya Saji. So let's begin. School life. Helen Keller's education and training represent an extraordinary accomplishment in education of persons with disabilities. Around 19 months old, she became ill from severe fever, which resulted in losing her sight and hearing. Helen Keller did not receive a formal education until she was 7 years old. Before meeting her life-transforming person, Anne Sullivan, Keller communicated primarily through hand gestures and by feeling facial expression. Next, Vaishnavi. ഞാൻ വൈഷ്ണവി. നെക്സ്റ്റ് ഞാനാണ്. Recognizing her intelligence, Keller sought help from Alexander Graham Bell, who had become involved with the deaf children. Alexander Graham Bell, a Scottish-born Canadian-American inventor, scientist, and engineer who is credited with patenting the first practical telephone, he was also a deaf educator. Keller was referred to Annie Sullivan, a graduate of Perkins School for the Blind, who became Keller's lifelong teacher and mentor. Annie Sullivan used touch to teach Keller the alphabets and to make words by spelling them with her finger on Keller's palm. One day, teacher Annie Sullivan spelled W-A-T-E-R into Keller's hand while water flowed over the other. This act helped Keller grasp the concept of language make connection between the word and physical object. This experience marked a turning point in Keller's learning, allowing her to expand her vocabulary and understand the world around her.
Under the care of Annie Sullivan, Keller started to learn, mainly focusing on reading, writing, and language. In May 1888, Sullivan brought Keller to the Perkins School in Boston, where she learned to read Braille and write with a specially made typewriter. മാം ഇത് നൂറ എന്ന് പറയുന്ന ആളുടെ പോർഷനാണ്. ആളിന്ന് ആബ്സെന്റ് ആയതുകൊണ്ട് ഞാൻ തന്നെ പ്രസന്റ് ചെയ്യാം. Okay, please carry on. Please. Keller also learned French, arithmetic, geography, and Morse code. Keller spent 4 years at Perkins School studying various subjects and developed a strong foundation for future learning. Keller once quoted, "The most important day I remember in all my life is the one on which my teacher, Annie Mansfield Sullivan, came to me. I am filled with wonder when I consider the immeasurable contrast between the two lives which it connects." In the fall of 1891, Keller wrote a story, The Frost King, which was published in Perkins' Alumni Magazine. It was informed that Keller's tale was similar to that of which was published earlier. The blame of plagiarism and severely wounded a 11-year-old girl and her teacher. In 1892, they left Perkins and did not return. But later in 1909, Keller forgave Perkins and donated many Braille books to Perkins' library. At 14, she went to New York for 2 years in Wright Humason School for the Deaf, 1984 to 1896. Thank you. ആ ഇയറിൽ എന്തോ പ്രശ്നമുണ്ടോ? ചെറിയൊരു മിസ്റ്റേക്ക്. 1884 maybe. Okay, fine. Very nice. അടുത്ത ഞാനാണ് മാം, രമ്യ തോമസ്. In this school, she learned to speak and improve her communication ability. Keller became able to communicate with others, including adults and children. Keller also attended Holtzman School under the instruction of Sarah Fuller. There she focused on learning to speak and communicate through lip reading. Keller instantly learned to spell out words written in her palm and then progressed to use her fingers to feel the speaker's lips and thoughts while they speak. Helen Keller attended the Cambridge School for Young Ladies to prepare for college. Keller was tutored by Arthur Gilman, the school principal, who helped her prepare for college entrance exams. Helen had to face problems while preparing for college. Most of the books were not available in Braille. Annie Sullivan had to spell the lecture into her hand. With the support of Annie Sullivan, Keller was admitted to Radcliffe College and graduated with Bachelor of Arts in degree. Keller became the first deaf-blind person to earn Bachelor of Arts degree. താങ്ക് യു മാം. ഞാൻ ഈ വീട്ടിലല്ല, പുറത്താണ് വേറെ സൗണ്ട് കേൾക്കണേ. അടുത്തത് ഞാൻ പ്രിയ. Topic struggles and challenges. Keller had to face several challenges during her schooling due to her deafness and blindness. Some of them are communication barriers. Without the ability to see or hear, Keller struggled to communicate with her family and the world around her. She initially tried to use hand gestures, but her parents couldn't understand her, leading her to frustration and tantrums. Emotional behavior challenges. The ability to communicate effectively led to emotional outbursts and behavioral issues. Keller's frustration and isolation made it difficult to learn and interact with others. Breaking barriers. With the help of her teacher Annie Sullivan, Keller learned to communicate using sign language and Braille and eventually to speak. This breakthrough allowed her to overcome the communication barriers she had faced and to begin her education and life's journey. Discrimination. Keller's deaf and blindness exposed her to discrimination in society. Keller had to face social exclusion and had limited opportunities.
Helen Keller overcame her struggles primarily through her determination and support of Annie Sullivan and innovative approaches to learning. Thank you, ma'am. കഴിഞ്ഞു മാം ഞങ്ങളുടെ അത്രയുള്ളൂ. Okay, okay, very well done. ഞങ്ങളുടെ സെമിനാർ റെഡിയാണ്, പക്ഷെ 2 പേര് ആബ്സെന്റ് ആണെന്ന്. ഞങ്ങൾ 4 പേരായിരുന്നു. അപ്പൊ നെക്സ്റ്റ് വീക്കിൽ ചെയ്താവും. Okay, no problem. ഞങ്ങൾ ഡെത്ത് ആണ് ലാസ്റ്റ് പോർഷൻ. അപ്പൊ പിന്നെ ലാസ്റ്റ് ചെയ്യും അല്ലേ മാം? Yes, please. മാം ക്ലാസ് റൂമിൽ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഇടാനുണ്ടായിരുന്നു. ആരെയാണ് ഒരിക്കലും കോണ്ടാക്ട് ചെയ്ത് അത് ഓർപ്പിക്കൊക്കെ എന്തോ ചെയ്തു തോന്നുന്നല്ലേ? എന്തൊക്കെയോ മെസ്സേജ് നിറയുണ്ട്. ഞാനിപ്പോ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഞാൻ തന്നെ മറന്നു. ആർക്കാ കൊടുത്തേന്നൊരു ഐഡിയ വരാൻ. നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ക്ലാസ് റൂമിൽ വരുന്ന അസൈൻമെന്റ്. നമുക്കൊരു ടെക്നിക്കൽ ടീം ഉണ്ട്, നല്ലപോലെ എഫേർട്ട് എടുത്ത് ചെയ്യുന്നവരാ. അപ്പൊ അവരെ നമ്മൾ ഇൻഫോം ചെയ്യും, അവർക്ക് കൊടുക്കും ഡീറ്റെയിൽസ് ആൻഡ് റെക്കോർഡ്. ഓക്കെ ഓക്കെ, എനിക്ക് അസൈൻമെന്റ് ഡീറ്റെയിൽസ് പറയൂ. ഞാൻ എന്താ തരാൻ എന്ന് പറഞ്ഞത്? എന്ത് അസൈൻമെന്റ് തരാന്നാണ് ഈ പറഞ്ഞത്? Remote control of your Yes. റെക്കോർഡിന്റെ എന്ത് ഡീറ്റെയിൽസ് വരെ തന്നു? ഫസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഫുൾ എന്താ? ഫസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തന്നു. അത് തന്നു. അത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയോ? കംപ്ലീറ്റ് ആയോ? ചെയ്തോണ്ടിരിക്കുക. അതിൽ ഡിജിറ്റൽ പെയിന്റിംഗ് ഇമ്പോർട്ടന്റ് ആണോ? എന്തായാലും ചെയ്യണോ? അത് ഓപ്ഷണൽ ആണ്, ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് സിസ്റ്റത്തിൽ MS പെയിന്റ് യൂസ് ചെയ്തിട്ട് അത് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം KG കുട്ടികൾക്ക് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ഉണ്ട്. അവർ കൊണ്ടുപോകുന്നത് കമ്പ്യൂട്ടർ ലാബിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ ചെയ്യാൻ തുടങ്ങുന്നത് MS പെയിന്റിംഗ് ആണ്. നമ്മൾക്ക് അത് അറിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതിനൊക്കെ യൂട്യൂബ് വീഡിയോസും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ വീട്ടിൽ സിസ്റ്റം അല്ലെങ്കിൽ സാരമില്ല, അത് മനസ്സിലാക്കി നമുക്ക് വെക്കാം. വൺസ് സ്കൂളിലൊക്കെ ജോയിൻ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട്, ക്ലാസ്സിലൊന്ന് കയറി ചെയ്ത് നോക്കിയിട്ട് കുട്ടികളെ കൊണ്ടുപോകാലോ. അതുകൊണ്ട് അത് വരയ്ക്കാന്നുള്ളത് ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ എല്ലാവർക്കും വീട്ടിൽ സിസ്റ്റം ഉണ്ടാവണില്ല. പുറത്തിപ്പോ ഇത് കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ ചെല്ലുമ്പോഴേക്കും അവിടെയും അങ്ങനെ ഒരു ഫെസിലിറ്റി അവരുടെ സിസ്റ്റത്തിൽ ഇപ്പൊ അവൈലബിൾ അല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. മേ ബി അവരൊക്കെ ചാർജ് ചെയ്യുമായിരിക്കും ഭയങ്കരമായിട്ട്. അത് അറിഞ്ഞിരുന്നാ മതി, അത് കുഴപ്പമില്ല, അത് ഓപ്ഷണൽ ആണ്. ഓക്കെ ഫൈൻ. നമ്മള് പോർഷൻസ് എവിടെ വരെയായി? സൈക്കോളജി കംപ്ലീറ്റ് ആയി. സൈക്കോളജി കംപ്ലീറ്റ് ആയി. ഞാനാണോ നിനക്ക് സൈക്കോളജി എടുത്തത്? ആണോ? ഏതൊക്കെ ടീച്ചേഴ്സ് ഉണ്ട് നിങ്ങക്ക്? അശ്വതി ജോബ് സാർ. ഇംഗ്ലീഷ് എടുക്കുന്നത് ജോബ് സാർ. ജോബ് സാറിന്റെ പിന്നെ ഇംഗ്ലീഷ് അത് സാറ് മാത്രമാണ് അത് എടുക്കുന്നത്. അശ്വതി മാം എവിടെ വരെ എടുക്കുന്നു? എന്തായാലും ലാംഗ്വേജ് ഡെവലപ്മെന്റ് അത് കഴിഞ്ഞു. അപർണ മിസ്സോ? മിസ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തും സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കും. ഞാൻ സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ് എടുക്കേണ്ടത്. മിസ് ഒരു കാര്യം പറയട്ടെ? അറിയും. മോഡൽ ക്വസ്റ്റ്യൻ ഒന്നും തന്നില്ല മിസ്. ആണോ? ഞാൻ എടുത്ത പോർഷൻസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, സൈക്കോളജി.
ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? പ്രിയ, താങ്ക് യു. എന്റെ തന്നെ എക്കോ കേൾക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ഈ 3 ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തരണം അല്ലേ? ബാക്കിയുള്ള ടീച്ചേഴ്സ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തരുന്നുണ്ടോ? ഞാൻ മാത്രമായിരിക്കും ബാക്കിൽ. ഓക്കെ, ഞാൻ തന്നേക്കാം. അതിൻ്റെ ഓൾറെഡി ഉണ്ട്. സോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, സൈക്കോളജി. ഞാൻ നിങ്ങൾക്ക് PFA എടുത്തിരുന്നു. ഇവിടെ ഫസ്റ്റ് കംപ്ലീറ്റ് ആയില്ലേ? അതിന്റെ PDF ഷെയർ ചെയ്തിരുന്നോ? വായിച്ചു നോക്കിയോ? കുറച്ചൊക്കെ വായിച്ചു. സമയം കിട്ടുന്ന പോലെ വായിച്ചു നോക്കിയാൽ മതി. കാരണം അത് നമ്മൾക്ക് പേഴ്സണലി നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്കും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലേക്കും ആവശ്യമുള്ളതാണ്. നിങ്ങൾക്ക് പഠിച്ച് കാണാതെ പഠിച്ച് അങ്ങനത്തെ പരിപാടി ചെയ്യരുത്. അത് നമ്മൾ ഉൾക്കൊള്ളാം. ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക. അതിലെ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുക. എപ്പോഴെങ്കിലും പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും എപ്പോഴെങ്കിലും ഒന്നല്ല അപ്ലൈ ചെയ്യേണ്ട വരും. കാരണം ഇപ്പൊ മെന്റൽ ഹെൽത്ത് ആണ് ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. പ്രിന്റ് എടുത്ത് വെക്കണോ? പ്രിന്റ് എടുത്ത് വെക്കേണ്ട, അത്രയും പേജസ് ഇല്ലേ? അങ്ങനെ നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. പുറത്തുപോയി പ്രിന്റ് എടുത്ത് വെക്കേണ്ട. കാരണം അത് മുഴുവൻ നമുക്ക് വേണ്ട. ഏതോ ഒരു ഡിഗ്രി ലെവലിന്റെ ഒരു PDF ആണ്. നിങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് കുറെ കാര്യങ്ങൾ ആവശ്യം തോന്നുവാണെങ്കിൽ അത് മാത്രം നോട്ട് ഡൗൺ ചെയ്യാം. നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വായന നടക്കും, നമ്മുടെ ഉള്ളിലേക്ക് അത് കയറുകയും ചെയ്യും. നോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു സോഴ്സ്, ഒരു റിസോഴ്സ് ആ രീതിയിൽ നോട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, സോ അത് ഞാൻ ഷെയർ ചെയ്തു. ഇനി ക്വസ്റ്റ്യൻസ് മാത്രമേ ഷെയർ ചെയ്യാനുള്ളൂ. അപ്പൊ നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലേക്ക് പോകാം. എഡ്യൂക്കേഷണൽ സൈക്കോളജി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നത്. അതായത് ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജി ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്. എന്തിനാ എഡ്യൂക്കേഷണൽ സെറ്റിംഗിൽ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നത്? എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ആരൊക്കെയാ വരുന്നേ? ആരൊക്കെ വരും? എന്തൊക്കെ വരും? ഒരു ക്ലാസ് റൂം, നമ്മുടെ ക്ലാസ് റൂമിൽ ആരൊക്കെ ഉണ്ട്? ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഫ്രണ്ട്സ്. ടീച്ചർ, സ്റ്റുഡൻസ്, ഫ്രണ്ട്സ് അല്ലേ? നമ്മളെ പുറകിലിരുന്ന് നമ്മുടെ എന്താ പറയാ ഗ്രീൻ റൂമിലിരുന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അതാരൊക്കെയാ? പേരൊന്നും അറിയില്ലെങ്കിലും നിങ്ങൾ പാരന്റ്സ്. പാരന്റ്സ് മാത്രമാണോ? ടെക്നിക്കൽ ടീമുണ്ട്. നമ്മൾ ഇവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന തുടങ്ങിയിട്ട് കുറേ പേര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു ടീം, ഒരു എൻ്റയർ ടീമുണ്ട് അല്ലെ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ടെക്നിക്കൽ ടീമുണ്ട്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ ആ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മൊബിലൈസേഷൻ, ഓറിയന്റേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു. ആദ്യം കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, പിന്നെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തന്നു 1 hour. ദെൻ കോഴ്സ് റിലേറ്റഡ് അതിന്റെ അഫിലിയേഷനും അതിന്റെ പോസിബിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയും ക്ലാസ്സസ് കിട്ടി. അപ്പൊ ഫ്രം ദ മാനേജ്മെന്റ് സൈഡ്, അഡ്മിനിസ്ട്രേഷൻ സൈഡ്, ടെക്നിക്കൽ സൈഡ് ഒക്കെ വി ആർ ഹാവിംഗ് ലോട്ട് ഓഫ് സപ്പോർട്ട്. ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഇൻഡിവിജ്വലോ, അതായത് ടീച്ചറും കുട്ടികളും മാത്രമല്ല, ഇങ്ങനെ പല ഫാക്ടേഴ്സും വരുന്നുണ്ട്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിയുടെ പോസിറ്റീവ് ആപ്ലിക്കേഷൻസ് ആണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്. എന്താ പോസിറ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? എന്താ പോസിറ്റീവ് ആപ്ലിക്കേഷൻ? പണ്ട് കാലത്ത് സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താ? അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്തോ മാനസിക പ്രശ്നമുണ്ട് എന്നൊരു തോട്ടാണ് പണ്ട്. ഇപ്പൊ അതില്ല കേട്ടോ, പണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ? പോസിറ്റീവായിട്ട് ആളുകൾ അതിനെ കാണുന്നില്ല.
അയാള് സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയതാ, ഇനി കാണുമ്പോ അധികം മൈൻഡൊന്നും വേണ്ട, മിണ്ടാണ്ടിരിക്കാം, വെറുതെ എന്തിനാ നമുക്കൊരു ഹെഡേക്ക്, അങ്ങനെയുള്ള രീതിയിൽ ആളുകൾ ചിന്തിക്കുമായിരുന്നു. ബട്ട് ഇപ്പൊ ആ രീതിയില്ല കേട്ടോ. ഏതൊരു ഫീൽഡിലുള്ളവരും കൺസൾട്ട് ചെയ്യുന്നുണ്ട് സൈക്കോളജിസ്റ്റുകളെ, തെറാപ്പിസ്റ്റുകളെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെ, തെറാപ്പിസ്റ്റുകളെ, കൗൺസിലേഴ്സിനെ എല്ലാം കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോൾ അവരൊരു കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്. അഡ്വൈസ് ഉള്ളതിനേക്കാൾ എപ്പോഴും ഒപ്പീനിയൻ സജഷൻ ആണ് നല്ലത്. അഡ്വൈസ് ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ഡീലിങ്സ്. ഓക്കെ, അപ്പൊ അത് പോസിറ്റീവായിട്ട് പല ഫീൽഡിലും, അതിപ്പോ സ്പോർട്സ് ആണെങ്കിലും ശരി, അത്ലറ്റിക്സ് ആണെങ്കിലും ശരി, പ്രൊഫഷണൽ കോഴ്സുകള്, അല്ലാതെയുള്ള ആർട്ട്, സയൻസ്, എന്ത് കോഴ്സുകളാണെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് നടന്നത്. അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് ആണെന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ ചിലപ്പോൾ ആരുടെയെങ്കിലും പേരൊക്കെ വെച്ചിട്ട് പറയൂട്ടോ, ഒന്നും വിചാരിക്കരുത്. എനിക്കിപ്പോ കാണുന്നത് വൈഷ്ണവിയുടെ പേര് മാത്രമേ ഉള്ളൂ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെ നമ്പർ മാത്രമേ ഉള്ളൂ, 41 others എന്ന് പറഞ്ഞിട്ടേ കൊടുക്കിടക്കുന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സ്ട്രെസ്, ഒരു ടെൻഷൻ വന്നു. ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട് പോയി. എനിക്ക് വന്നപ്പോൾ തന്നെ വൈഷ്ണവിക്കും ഒരു ടെൻഷൻ വന്നു. വൈഷ്ണവിയും ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി. ഇവരെങ്ങനെയായിരിക്കും ഞങ്ങളെ രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യുന്നത്? ഒരേ മരുന്ന് തരൂ? അപ്പൊ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? നമ്മുടെ മനസ്സിന്റെ കാപ്പബിലിറ്റി, നമ്മുടെ ഇഷ്യൂ എന്താണെന്ന് അവർ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അവർ ചെയ്യുക. ഇപ്പൊ എനിക്കുള്ള ഇഷ്യൂ ആയിരിക്കില്ല മാമിന് വരുന്നത്. അപ്പൊ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ വ്യക്തിക്ക് അനുസരിച്ചാണ് അവിടെ ട്രീറ്റ്മെന്റ്, അല്ലെ? അല്ലെങ്കിൽ അവിടെ ഓരോ വ്യക്തിക്ക് അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ്. നമുക്ക് പറയണ്ട, ഇന്റർവെൻഷൻ നടക്കുന്നത് ഓരോരുത്തരും. എനിക്ക് വേണ്ടി തരുന്ന ഒരു പ്രൊസീജിയർ ആയിരിക്കില്ല വൈഷ്ണവിക്ക് വേണ്ടി തരുന്നത്. മെഡിസിൻസ് കഴിക്കണമെങ്കിൽ എനിക്ക് തരുന്ന മെഡിസിൻ ആയിരിക്കില്ല വൈഷ്ണവിക്ക് കൊടുക്കുന്നത്. എനിക്ക് തരുന്ന ഡോസ് ആയിരിക്കില്ല വൈഷ്ണവിക്ക് കൊടുക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ മൈ ബിഹേവിയർ, എന്റെ ബിഹേവിയർ അനുസരിച്ചാണ് അവര് ഈ യെസ് പ്ലീസ്. എന്റെ ഞാന് സ്കൂളിലൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. വല്ലാണ്ട് അവനിപ്പോ സ്കൂളിൽ ഞാൻ അവിടുന്ന് മാറ്റി, പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മാറ്റി. പിള്ളേരെ ഭയങ്കര, ടീച്ചേഴ്സിനെല്ലാം മോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അവര് എന്തെങ്കിലും പിള്ളേരെ കുറിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ മോനെ പറയും, ഇവനാണെല്ലാം ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അവനെ ഒറ്റപ്പെടുത്തി സ്കൂളില്. പിന്നെ അവന് കുറെ ദിവസം വീട്ടിൽ വന്നിട്ട് ഒന്നും പറയില്ല, ഒന്നും മിണ്ടൂല. ഒരു ഇങ്ങനെ ഇരുട്ടിനെ പേടി. 5 മണി കഴിഞ്ഞാല് നമ്മൾ ഒന്നിച്ച് തന്നെ നിക്കണം അവന്. ഞാൻ വെച്ചത് എന്ത് നമുക്ക് സങ്കടം ദേഷ്യം വരുമ്പോ അവനൊന്നും പറഞ്ഞേക്കാതിരിക്കുമ്പോ ഞാൻ അവന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഒരു ദിവസം രാത്രി പെട്ടെന്ന് വല്ലാണ്ട് പൊട്ടിക്കരയുന്നു. എനിക്ക് ആരുമില്ല, എനിക്ക് ഞാൻ ചീത്ത പറയുന്ന കേൾക്കും. അവനിപ്പോ ഇനി 10ാം ക്ലാസ്. പിന്നെ അപ്പൊ പെട്ടെന്ന് പൊട്ടിക്കരയുന്നു. എനിക്ക് ആരുമില്ല, അമ്മയും ഇല്ല, ആരുമില്ല, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. അവന് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത്രക്കും അറ്റാച്ച് ആയിരുന്നു ഫ്രണ്ട്സിനോട്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്തിങ്ങനെ പറയുന്നത്, എന്തിനിങ്ങനെ കരയുന്നേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്നെ ആരും കൂട്ടുന്നില്ല അമ്മേ, ഞാൻ ഒറ്റയ്ക്ക് ക്ലാസ്സിൽ, ആരും എന്നോട് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചു, എന്ത് കാരണം എന്തെന്ന് അറിയില്ല. ടീച്ചേഴ്സിനെല്ലാം ഞാനാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്, അവരെ എല്ലാം കുറ്റം പറയുന്നത് ഞാനാണ്, അവർക്ക് എന്തെങ്കിലും കുറ്റക്കേട് കാണിച്ചാൽ ഞാനാണ് ടീച്ചേഴ്സിനോട് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആരും എന്നെ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അവനെ പിന്നെ ഇങ്ങനെ കരഞ്ഞ് ഞാൻ സ്കൂളിലെല്ലാം അന്വേഷിച്ചിട്ട് ടീച്ചേഴ്സിനും അറിയില്ലായിരിക്കും. അപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞു, ഇവൻ കുറച്ച് സൈലന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ സ്കൂളില് ഇവന് എന്തെങ്കിലും എല്ലാവരോടും ഭയങ്കര ഓപ്പൺ ആയിട്ട് പറയും. പിന്നെ സൈലന്റ് ആയിട്ട് പിന്നെ നിൽക്കുമ്പോ പിന്നെ ഇവന് അല്ലെങ്കിൽ നല്ലോണം വർത്താനം പറയാം. അവൻ നന്നായിട്ട് പാട്ട് പാടുന്ന, ഒന്നിനും ഒരു പരിപാടിയിൽ അവൻ പങ്കെടുക്കൂല. അപ്പൊ ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ഞാൻ അവനെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയത്. അപ്പൊ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയിട്ടാകുമ്പോ അവര് പറഞ്ഞു, സൈക്കാട്രിസ്റ്റിന്റെ ആവശ്യമില്ല. അപ്പൊ അവര് റെഫർ ചെയ്തു, സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്തു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട്.
ഇപ്പൊ ഞാൻ 2 മാസത്തോളായിട്ട് അവനെ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയ മാറ്റമുണ്ട്, അത്രേ ഉള്ളൂ. ഇനി 10ാം ക്ലാസ് അല്ലേ, എനിക്ക് ഭയങ്കര പേടിയാ അവനെ പറ്റിയിട്ട്, ഭയങ്കര ടെൻഷനും കാര്യങ്ങളും അവനെ പറ്റിയിട്ട് പോയിട്ട്. സിറ്റിംഗ് സ്കിപ്പ് ചെയ്യരുത്. എത്ര സിറ്റിംഗ്, കാരണം പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിലങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 1-2 പ്രാവശ്യം പോയി കഴിയുമ്പോൾ ഇവരങ്ങ് തന്നെ അങ്ങ് നിർത്തും. ബട്ട് ഇത് ഫോളോ അപ്പ് വളരെയധികം വേണ്ടതാ. നമ്മൾ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പൊ അവര് പറഞ്ഞു ഇവന് പെട്ടെന്ന് പിന്നെ ഇങ്ങനെ ഇതാവുന്ന മൈൻഡാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് സങ്കടം വരും, ഒരു മനസ്സൊരു ഇതില്ല, ഒരു ധൈര്യം ഇല്ല, ഒരു വല്ലാണ്ട് ഭയങ്കര സോഫ്റ്റ് ആള്. ഞാനെന്നെ നല്ലോണം ചീത്ത പറഞ്ഞാൽ അവനെ ദേഷ്യം പിടിച്ചിട്ടൊന്നും നിൽക്കൂല. ഭയങ്കര അപ്പൊ തന്നെ പിടിക്കും, അമ്മയെന്ന് പറഞ്ഞിട്ട് വരും പിറകെ തന്നെ. അവനങ്ങനത്തെ ദേഷ്യമൊന്നുമില്ല ആളൊന്നുമല്ല. അപ്പം പിന്നെ കൗൺസിലർ പറഞ്ഞു, അപ്പോ ഇത് ഇനിയിപ്പോ സൈക്കോളജിസ്റ്റ് പറഞ്ഞു അവന് കുറച്ച് ധൈര്യം കൊടുക്കണം എന്ന് പറഞ്ഞു. ധൈര്യം എല്ലാം അവനെ കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കണം. പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, ഒറ്റയ്ക്ക് തന്നെ കിടത്തണം എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഒറ്റയ്ക്ക് കിടക്കാൻ അവന് ഇരുട്ടായി കഴിഞ്ഞാൽ അവന് ഭയങ്കര പേടി. അവന്റെ അനിയത്തിനെ കൂട്ടുപിടിച്ചിട്ട് അവർക്ക് പോകുന്നില്ല. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവുന്നു. ഇങ്ങനെ അവനോടെല്ലാം പറഞ്ഞു കൊടുക്കുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം വരുന്നു. ഇവനൊന്നും അറിയുന്നില്ലേ എന്നുള്ളത് ഭയങ്കര. ഇനി 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് എന്നിട്ട് ഞാൻ അവനെ പഠിപ്പിക്കുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ അതും കൂടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ മോനെ ഇപ്പൊ സ്കൂള് മാറ്റിയതോ അങ്ങനെ എന്തോ പറയുന്നു എനിക്ക് തോന്നുന്നു. സ്കൂള് മാറ്റിയത് സ്കൂളിലേക്ക് പോകുന്നേ ഇല്ല മാം, സ്കൂളിലേക്ക് പോകുന്നേ ഇല്ല. അവന് ഭയങ്കര ആ സ്കൂളിനോട് അവന് സ്കൂള് എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ അവര് എന്ന് പറഞ്ഞോണ്ടിരിക്കും സ്കൂളിൽ പോണം ഇന്ന് എന്തിനു ലീവ് തന്നേ. അങ്ങനത്തെ അവന് ഇപ്പൊ ആ സ്കൂളെന്ന് പറയുമ്പോഴേ ഒരു വല്ലാതെ എന്തെല്ലോ ഒരു ഇത് കാണിക്കുന്നു. അപ്പൊ സ്കൂള് മാറ്റിയല്ല, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വേറെ സ്കൂളിലേക്ക് മാറ്റി. അപ്പൊ അവര് പ്രശ്നമൊന്നുമില്ല, ചേർത്തന് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ കുറച്ച് ഒക്കെ ആയി വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും സിറ്റിങ്സ് മുടക്കണ്ട. പിന്നെ വീട്ടിലെ പല കാര്യങ്ങളെയും അവനെ ഇൻവോൾവ് ചെയ്യിക്കുക. കിച്ചണിലെ ആണെങ്കിലും അല്ലാതെയുള്ള വീട്ടിലെ ചെടി നടുന്നതോ അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം അവനോട് ഒറ്റയ്ക്ക് പോയി കിടക്കുക, അത് ഇച്ചിരി പാടായിരിക്കും. അത് പതുക്കെ നമ്മൾ അടുത്ത റൂമിലുണ്ട് എന്തുണ്ടെങ്കിലും വന്ന് വിളിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് പതുക്കെ അത്. പൊതുവെ കുട്ടികളൊരു 6th സ്റ്റാൻഡേർഡ് ഒക്കെ ആവുമ്പോഴൊക്കെ തന്നെ, അതിന് മുമ്പ് തന്നെ ചില കുട്ടികൾ കേട്ടോ ഒരു തന്നെത്താനെ ചേഞ്ച് ആവുന്ന ഒരു നേച്ചർ കാണാറുണ്ട്. എന്റെ മോൻ പക്ഷെ 8th സ്റ്റാൻഡേർഡ് ആയപ്പോഴാണ് അവൻ മാറി കിടക്കാൻ തുടങ്ങിയത്, തന്നെ കിടക്കാൻ തുടങ്ങിയത്. എന്നാലും ചില ദിവസം വന്നിട്ട് അമ്മ ഇന്ന് എന്റെ കൂടെ കിടക്കണം അങ്ങനെ പറയും. അങ്ങനെ നമുക്ക് ഓരോ എല്ലാ കുട്ടികളും ആ ഒരു സെയിം ഓർഡറിൽ തന്നെ പോകണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചില കുട്ടികൾ ചിലപ്പോൾ അവൻ +1 ആവുമ്പോഴേക്കും ചിലപ്പോൾ ഒറ്റയ്ക്ക് കിടക്കാൻ തുടങ്ങുമായിരിക്കും മോനെ. അങ്ങനെ അതുകൊണ്ട് എല്ലാ കുട്ടികളും ഇപ്പൊ ആ ഒരു പ്രായമാകുമ്പോൾ ഒറ്റയ്ക്ക് കിടക്കണം. പിന്നെ ചില മുതിർന്ന ആൾക്കാർ പറയും ഒറ്റയ്ക്ക് കിടത്തണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ. ചിലര് തന്നെ പോകും, ചിലരെ കുറച്ച് സമയം എടുക്കുമായിരിക്കും. എല്ലാവർക്കും ഒരേ ഓർഡർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇതവൻ ആ ഒറ്റപ്പെട്ടതിന്റെ ഒരു നല്ലൊരു ട്രോമ ഉണ്ട്, ഒരു ഷോക്കിംഗ് പോലെ അതുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ്. ഫ്രണ്ട്സ് ഇല്ല കളിക്കാൻ. പിന്നെ ഏജ് അതാണല്ലോ ഈ കുട്ടികൾക്ക്, അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദേഷ്യം ഒരാളോട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ ഒന്ന് മാറ്റി നിർത്തും. അങ്ങനത്തെ ഒരു ഏജാണ്. ഒരു ഫ്രണ്ട് അവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൻ ഇത്രയും ഇഷ്യൂ വരില്ലായിരുന്നു. നല്ലൊരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാണും. പിന്നെ അവര് ഈ ഒരു ഗ്രൂപ്പ് ഒരു ടീമിന്റെ ഇത് കാരണം അവര് മടിക്കുന്നതായിരിക്കും. ഞാൻ അവനോട് ഇത് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ഇവര് ഇതാക്കും. കാരണം കുട്ടികളല്ലേ, അവർക്ക് അങ്ങനെ ഭയങ്കര സ്ട്രോങ് അവരുടെ ഡിസിഷൻസ് ഒന്നും അങ്ങനെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് മൈൻഡിൽ നിൽക്കുന്നതാണല്ലോ. ഇനിവേ നമുക്ക് നോക്കാം. സിറ്റിങ്സ് എന്തായാലും നോക്കൂ, വീട്ടിലെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിക്കുക. പിന്നെ ട്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ട്യൂഷൻ പോകുന്നുണ്ട് മാം. അത് പഠിക്കുന്നുണ്ടോ? ഇപ്പൊ ആദ്യം പിന്നെ അവിടെ പോയി കഴിഞ്ഞിട്ടാകുമ്പോ ഒരു മാഷ് പിന്നെ ഭയങ്കരമായിട്ട് അവന് പെട്ടെന്ന് അങ്ങനെ തലയിൽ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പെട്ടെന്ന് അവിടുന്ന് മാഷ് എന്തോ മനസ്സിലാവാത്തോണ്ട് എന്തോ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ട്യൂഷന് പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തേ മാഷ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അടുത്ത മറ്റേ ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ടീച്ചർ പറഞ്ഞു അപ്പൊ നിങ്ങളിത് ചേർക്കുമ്പോൾ പറയണ്ടേ. ഞാൻ പറഞ്ഞു ചേർക്കുമ്പോ തന്നെ അത് പറഞ്ഞായിരുന്നു, അവന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ അവിടെ പറഞ്ഞിട്ടായിരുന്നു വന്നത്. അപ്പൊ ടീച്ചർ അറിഞ്ഞില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ പറഞ്ഞത് നന്നായി, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതിന് ശേഷം ടീച്ചർ ഇടപെട്ടിട്ട് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല പോവാൻ, ഇപ്പൊ ഓക്കെ ആയി.
അവൻ പഠിക്കട്ടെ, അവൻ പറ്റുന്ന രീതിയിൽ പഠിക്കുന്ന കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുക. പഠിക്കട്ടെ, തന്നെ ചെയ്യാൻ പറ്റുന്നത് തന്നെ ചെയ്യട്ടെ. ഓക്കെ, നോക്കാം. ഓക്കെ, സോ എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതായത് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ഒരു പോസിറ്റീവ് ആപ്ലിക്കേഷൻ, അതുകൊണ്ടാണ് ഇതിനെ അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് എന്ന് എഡ്യൂക്കേഷണൽ സൈക്കോളജി പറയുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞു 2 പേർക്ക് ഒരേപോലെ ടെൻഷനായിട്ട് ചെന്നാലും 2 പേരിലും ചെയ്യുന്ന ഇന്റർവെൻഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. അത് അവരുടെ ബിഹേവിയർ അനുസരിച്ച്. അപ്പൊ നമ്മുടെ ബിഹേവിയർ അനുസരിച്ചാണ് ഓരോ ഇൻഡിവിജ്വലിനെ യുണീക്ക് ആയിട്ട് അത് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആണ്. ആ രീതിയിലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പൊ എഡ്യൂക്കേഷണൽ സെറ്റിങ്ങിലും അങ്ങനെ തന്നെയാണ്. 20 സ്റ്റുഡൻസ് ഒരു ക്ലാസ് റൂമിലുണ്ടെങ്കിൽ ഈ 20 സ്റ്റുഡൻസും ഇൻഡിവിജ്വലി ഡിഫറൻസ് ഉള്ളവരായിരിക്കും. അവർ യുണീക്ക് ആയിരിക്കും. ഒരേപോലെ ആരെയും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ പൊട്ടൻഷ്യൽ കഴിവുകൾ ഡിഫറെന്റ് ആയിരിക്കും. ഒരു കുട്ടിക്ക് വരയ്ക്കാനാണെങ്കിൽ വേറൊരു കുട്ടിക്ക് കഥ എഴുതാനായിരിക്കും, വേറൊരു കുട്ടിക്ക് കവിത എഴുതാനായിരിക്കും, വേറൊരു കുട്ടിക്ക് ചെസ് ആയിരിക്കും, ചെസ് അങ്ങനെയുള്ള കളികളായിരിക്കും, വേറൊരു കുട്ടി ഒരു ഡാൻസർ ആയിരിക്കും, പാട്ട് പാടാനായിരിക്കും, വേറൊരാൾക്ക് അക്കാദമിക് ബ്രില്യൻസ് ഭയങ്കരമായിരിക്കും. അങ്ങനെ ഓരോ കുട്ടിയുടെയും പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ കുട്ടിയും യുണീക്ക് ആണ്. ആ പൊട്ടൻഷ്യൽ അനുസരിച്ചാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പൊ പറഞ്ഞു ഓരോരുത്തരുടെയും ഇന്റർവെൻഷൻ അവരുടെ ബിഹേവിയർ അനുസരിച്ചാണ്. അപ്പൊ നമുക്കൊരു ഫുൾ തിയറി ഉണ്ടാവൂല. എന്ത് കാര്യത്തിനും കുറെ എഴുതപ്പെട്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ തിയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ കാര്യങ്ങളിൽ. 20 കുട്ടികളും 20 ആണ്. ഒരേ തിയറി തന്നെ ഇവർക്ക് 20 പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പ്രാക്ടിക്കലാണ്. കുട്ടിയെ മനസ്സിലാക്കി നമ്മൾ പ്രാക്ടിക്കൽ, അതായത് ഇപ്പോ LKG പഠിക്കുന്ന ഒരു കുട്ടികളെ നിങ്ങൾക്ക് നമ്പേഴ്സ് പഠിപ്പിക്കണം. ഒരു കുട്ടിയെ നമ്പേഴ്സ് നമുക്ക് പറഞ്ഞു കൊടുത്താൽ അവനത് കേട്ട് റിപ്പീറ്റ് ചെയ്ത് അവനത് പറയാൻ ചെയ്യുമായിരിക്കും. ചില കുട്ടികൾ അത് ചെയ്യില്ല. അപ്പൊ അവർക്ക് നമ്മൾ റൈമിലൂടെ ആക്ഷൻ സോങ്ങിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചില കുട്ടികൾ ചെയ്യും. ചില കുട്ടികൾക്ക് അതൊരു കഥയിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സ് കാണിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഉള്ളതാണ് അങ്ങനെ കാണിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ത്രൂ ആക്ഷൻസ് അങ്ങനെ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ത്രൂ എനി സ്റ്റോറീസ്. ഓരോ കുട്ടിയിലേക്കും നമ്മൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് ഡിഫറെന്റ് രീതിയിൽ വേണം. കുട്ടിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്, കുട്ടിയുടെ ആ ഒരു കാലിബർ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ ഓരോരുത്തരിലേക്കും അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവരുടെ നീഡ്സ് അനുസരിച്ച് നമ്മൾ കൊടുക്കണം. ഒരിക്കലും തിയറി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. തിയറി അപ്ലൈ ചെയ്യുന്ന സയൻസ് ആണ് നോർമേറ്റീവ് സയൻസ്. അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് നോർമേറ്റീവ് സയൻസ് അല്ല, അതൊരു അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് ആണ്. നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ബേസ്ഡ് ഓൺ തിയറീസും അങ്ങനെയുള്ള കാര്യങ്ങളും മാത്രമേ ഉള്ളൂ നോർമേറ്റീവ് സയൻസിൽ വരുന്നത്. പക്ഷെ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതൊരു അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് ആണ്. അതിൽ ആപ്ലിക്കേഷൻസ്, പ്രാക്ടിക്കൽസ്, ആക്ടിവിറ്റീസ് എല്ലാം ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഓരോ അക്കാദമിക് ഇയർ കഴിയുമ്പോഴും എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നുണ്ടല്ലേ, അപ്ഡേഷൻ നടക്കുന്നുണ്ട്. പണ്ട് തുടങ്ങിയുള്ളതല്ല ഫോളോ ചെയ്യുന്നത്. ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ അതായിരിക്കും. പക്ഷെ എന്നാലും ഓരോ വർഷം കഴിയുന്നവരും ന്യൂ ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ കുട്ടികളുടെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നോക്കിയിട്ട് ഇനിയും പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനെ വരുന്നത്. അപ്പൊ ഇതൊരു വളർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലേ. സോ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ഗ്രോയിങ് സയൻസ് ആണ്. വളർന്നുകൊണ്ടിരിക്കുക, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താ പറഞ്ഞേ, അതൊരു അപ്ലൈഡ് സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്. ചേർത്ത് ഒരുമിച്ച് അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു. വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഗ്രോയിങ് സയൻസ് ആണ്. ദെൻ ഇതൊരു തിയറിയെ ബേസ് ചെയ്ത കാര്യമേ അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ നോർമേറ്റീവ് സയൻസ്. ഞാനിത് എടുത്ത് പറയാൻ കാരണം മെയിൻ എക്സാമിനൊക്കെ കുട്ടികൾക്ക് കൊടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. നോട്ട് എന്നുള്ള വേർഡ് മിസ്സായിപ്പോയി. ആ നോട്ട് എന്നുള്ള മേടെ മിസ്സായപ്പം ആൻസർ ഓപ്ഷൻസും തെറ്റി. നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് എ ഡാഷ് സയൻസ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓപ്ഷനില് നോട്ട് എ നോർമേറ്റീവ് സയൻസ്, അപ്ലൈഡ് പോസിറ്റീവ് സയൻസ്, മൂന്നാമത്തെ ഓപ്ഷൻ ഗ്രോയിങ് സയൻസ്, നാലാമത്തെ ഓപ്ഷൻ ഓൾ ഓഫ് ദിസ്. അങ്ങനെയായിരുന്നു. ആൻസർ എന്തെഴുതും?
എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് എ ഡാഷ് സയൻസ്. ഒന്നാമത്തെ ഓപ്ഷൻ നോട്ട് എ നോർമേറ്റീവ്, രണ്ടാമത്തത് അപ്ലൈഡ് പോസിറ്റീവ്, മൂന്നാമത്തത് ഗ്രോയിങ്, നാലാമത്തെ ഓപ്ഷൻ ഓൾ ഓഫ് ദിസ്. ഓൾ ഓഫ് ദിസ് നോട്ട് എ നോർമേറ്റീവ് സെൻസും ആണ്. നോർമേറ്റീവ് സെൻസ് അതായത് നോർമേറ്റീവ് സെൻസ് അല്ല, അതായത് നോട്ട് എ നോർമേറ്റീവ്. സെക്കൻഡ് വൺ അപ്ലൈഡ് പോസിറ്റീവ് സെൻസ്, അതുപോലെ തന്നെ ഗ്രോയിങ് സെൻസ്, ഓൾ ഓഫ് ദിസ്. കൺഫ്യൂസ്ഡ് ആകരുത്, അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്. ടോപ്പിക്കിന്റെ പകുതി എത്തുമ്പോഴാണ് അതാവുന്നത്. ഓക്കെ, എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ആ ആപ്ലിക്കേഷൻ പോസിറ്റീവ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഇതൊരു ഗ്രോയിങ് സയൻസ് ആണ്. ഇത് തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള സയൻസ് അല്ല, അതായത് നോർമേറ്റീവ് സയൻസ് അല്ല. ഓക്കെ, സോ ആരാ റീഡ് ചെയ്യാനുള്ളത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി 2 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേഴ്സണാലിറ്റി ഇവിടെ വരെയും വായിക്കും. ഓക്കെ, വായിച്ചോളൂ. Educational psychology. Definition of educational psychology. Educational psychology is the application of psychological findings in the fields of education. It is the systematic study of the development of the individual within the educational setting. According to Charles E. Skinny, educational psychology deals with the behavior of human beings in educational situations. First point, thus, educational psychology is a behavioral science with 2 main references. Second point, human behavioral and education. It aims to produce attractive changes in a child for the all-round development of his personality. ഞാൻ കാര്യം ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി. അതൊരു സൈക്കോളജിക്കൽ ഫൈൻഡ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷണൽ ഫീൽഡിങ്ങില് സൈക്കോളജിക്കൽ ഫൈൻഡിങ്സിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഇതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ വിത്തിൻ ദി എഡ്യൂക്കേഷൻ സെറ്റിംഗ്. ആ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ വന്നിരിക്കുന്ന ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റ് ആണ്. അതിന്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി അത് തന്നെയാണ്. ആ ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റ് ആണ് അവിടെ. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു സബ്ജക്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുക എന്നുള്ളതല്ല. ഇത് വൈഡാണ്. ഇതിന് സിലബസ് എന്ന് പറയാൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോവുക. ഒരു ടെക്സ്റ്റിനെയോ ഒരു PDF-നെയോ ബേസ് ചെയ്തിട്ടല്ല നമ്മളുടെ മെത്തേഡ്. അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇപ്പം ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു ക്ലാസ്സിൽ, പേഴ്സണലി ഷെയർ ചെയ്യുന്നു, എല്ലാം ഉണ്ടല്ലേ. കഴിഞ്ഞ ദിവസം 1, 2, 3 ബാച്ചിന്റെ കോൺവെക്കേഷൻ ആയിരുന്നു ഇന്നലെ. അപ്പം ഓൺലൈനായിട്ടാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. നേരിട്ട് കണ്ടിട്ടേ ഇല്ല. അങ്ങനെയുള്ളവര് ചുരുക്കാണ്. തൊട്ടടുത്തുള്ളവരോ അങ്ങനെയൊക്കെ കാണുള്ളൂ. പിന്നെ ആകെ അവര് പ്രാക്ടിക്കൽ സെഷന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരുന്നു. അപ്പൊ ആദ്യമായിട്ട് നേരിട്ട് കണ്ടു. അന്നും എല്ലാവർക്കും ഒന്നും വരാൻ പറ്റിയിട്ടില്ലല്ലോ. പക്ഷെ ഒരേ വൈബുള്ളവർ ഓൺലൈൻ ആണെങ്കിലും ത്രൂ ഓൺലൈൻ ആ വിർച്വൽ പ്ലാറ്റ്ഫോമിൽ അവർ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയ പലരുടെയും ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു വന്നത്. അപ്പൊ അതാണ് ഒരു മുഴുവൻ ഇൻഡിവിജ്വലും അവിടെ ഇങ്ങനെ അവർക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നു. അവർ ഓരോ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് വരുന്നത്. അങ്ങനെയുള്ളൊരു വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ശരിക്കും പറഞ്ഞ 2 ഏരിയ, 2 റീജിയനില് രണ്ടിടത്തായിരിക്കാം അവരുടെ ഒരു മീറ്റിംഗ് പ്ലേസ് ആയിരുന്നു ശരിക്കും ഇന്നലെ ഉണ്ടായത്. അവരുടെ ഒരു ഹാപ്പിനെസ് ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, കാരണം എന്താ വെച്ചാല് ക്ലാസ്സിൽ പലപ്പോഴും എന്റെ വീഡിയോ മാത്രമായിരിക്കുമല്ലോ മിക്കവാറും. ഇവരുടെ ഒന്നും പരസ്പരം കാണുന്നില്ല. അപ്പൊ നേരിട്ട് കണ്ടതിന്റെ സന്തോഷവും അതിന്റെ ഒരു എക്സ്പ്രഷൻസും ഒക്കെ ഭയങ്കര ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഈ ഓരോ ഇൻഡിവിജ്വലിനെയും ഡെവലപ്പ് ചെയ്യാം. മോണ്ടിസോറി മെത്തേഡ് പ്യുവർലി അതാണ്. ഇറ്റ് ഈസ് നോട്ട് an education which is purely depending on subject. അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അത് വൺ സെൽഫ്
ഫസ്റ്റ് തന്നെ നാം നമ്മളെ അറിയുക എന്നുള്ളതാണ് മോണ്ടിസോറി മെത്തേഡില്. നമ്മളെ അറിയുന്നു, നമ്മുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിയുന്നു. എനിക്കൊരു പ്രെയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എനിക്കത് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും, എനിക്കൊരു റൈം ഉണ്ടാക്കാനായിട്ട് പറ്റും, എനിക്ക് കുട്ടികളുടെ അടുത്ത് ആ റൈം പ്രസന്റ് ചെയ്യാൻ പറ്റും, എനിക്കൊരു കഥ എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ അതാണ് നമ്മളെ തിരിച്ചറിയുക. നമ്മൾ തന്നെ സ്വയം നമ്മളോട് ഇരിക്കും, ഓ ഇത് ഞാൻ തന്നെയാണോ, എനിക്കിതൊക്കെ പറ്റുമായിരുന്നു. ആ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങും അല്ലെ, ഓരോ മെറ്റീരിയൽസും. അങ്ങനെ പല രീതിയിലും പല ഇന്നോവേറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്നു. ഇതുവരെയും ചെയ്യാതിരുന്നവര് ചെയ്യുമ്പോഴാണ് അവര് സ്വയം ചോദിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഫൈൻഡിങ് അവർ സെൽഫ്, നമ്മൾ തന്നെ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് വേറെ ആരുമില്ല, നമ്മൾ തന്നെയാണ്. ഞാനൊക്കെ ജസ്റ്റ് ഒബ്സർവർ മാത്രം, അല്ലാതെ ഞാൻ നിങ്ങളെ നന്നാക്കി അങ്ങനെയൊന്നും ഒരിക്കലും അവകാശപ്പെടാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. ഇറ്റ്സ് യു പീപ്പിൾ ഹു ആർ ബിൽഡിങ് യുവർ സെൽഫ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ബിൽഡ് ചെയ്ത് നിങ്ങൾക്കുള്ള ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ സൈഡിലിരുന്ന് അത് ഒബ്സർവ് ചെയ്യുന്നത് മാത്രമേ. ചാൾസ് ഇ സ്കിൻ, അദ്ദേഹം ഒരു എഡ്യൂക്കേറ്റർ ആണ്, അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ഓതറാണ്. അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന്റെ ബിഹേവിയർ എഡ്യൂക്കേഷണൽ സിറ്റുവേഷനിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ മോന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു, ഈ മോൻ അപ്പൊ പഠനത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നതായിട്ട് അവന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു ടീച്ചർ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് ഇന്റർവെൻഷൻ നടത്താനായിട്ട് പറ്റും. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി ഏതാ, നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങൾ, നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന നമുക്ക് 1, 2, 3 കുട്ടികൾ, നമ്മളുടെ മറ്റു ഫാമിലി മെമ്പേഴ്സിന്റെ കുട്ടികൾ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും കുറെ കുട്ടികൾ. അപ്പൊ നമ്മളുടെ ഡ്യൂട്ടി എന്താണ്, അതുണ്ടാവും. അത് നമ്മുടെ പേഴ്സണൽ സർക്കിളിൽ വരുന്നവരാണ്. നമ്മളൊരു പ്രൊഫഷൻ, നമ്മളൊരു ടീച്ചർ ആകുമ്പോൾ ആ സർക്കിളിൽ നമുക്ക് കുറെ കുട്ടികൾ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇവരുടെ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കി ഇവർക്ക് എന്താണ് ഇവരുടെ നീഡ്സ്, എങ്ങനെ ഇവരെ കൊണ്ടുപോകണം. ഇപ്പോ സെമിനാർ എടുത്തു, ഹെലൻ കെല്ലർ, ആനി സുലവൻ വന്നു. ആ ടീച്ചർ വന്നപ്പോ ആനി സുലവന് മനസ്സിലായി ഹെലൻ കെല്ലറിന് എന്താണ് നീഡ്സ്, ഏത് രീതിയിൽ ഹെലന്റെ എഡ്യൂക്കേഷനിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ആനി സുലവൻ അവിടെ ചെയ്തത്. ഹെലന്റെ 2 സെൻസസ് ഫുൾ ഇല്ല എന്ന് തന്നെ പറയാലേ, വർക്കിങ്ങേ അല്ല. ശരിക്കും 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ് കുട്ടിയുടെ ഡെവലപ്മെന്റ് നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പൊ 2 സെൻസസ് ഇല്ലാത്ത ഹെലനെയാണ് ആനി സുലവൻ വേൾഡ് ഫേമസ് ആയ ഹെലൻ കെല്ലറാക്കി മാറ്റുന്നത്. ഒരു എഡ്യൂക്കേറ്റർ അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ ഹെലൻ മാറുന്നു. ഒരു വേൾഡ് വൈഡ് ട്രാവൽ ചെയ്തു, എത്രയോ പ്രഭാഷണങ്ങൾ നടത്തി, ലേബേഴ്സിനെ സപ്പോർട്ട് ചെയ്തു. ഹെലൻ ലേബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് വേണ്ടി സംസാരിച്ചു, അവർക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റിനെ പോലെ നിന്നു. അങ്ങനെയൊക്കെയാണ് ഹെലനെ പറ്റി പറഞ്ഞത്. അപ്പൊ ഹെലനെ സംബന്ധിച്ച് ഹെലന്റെ ആ 2 കപ്പാസിറ്റി വളരെ ലോ ആണ്. ലോ എന്നല്ല, ഇല്ല, നീൽ, ശൂന്യം, അവിടെ വാക്കുമാണ്, ഒന്നുമില്ല, റീപ്ലേസ് ചെയ്യാനും ഒന്നുമില്ല. ഒരു സർജറി എടുത്ത് നന്നാക്കാൻ പറ്റും, അതും നന്നാക്കാൻ പറ്റാത്ത, ശരിയാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഓക്കെ, ആ ഹെലനാണ് ലോകത്തുള്ള ഭവിഷ്യക്കാരായ നീഡിയായിട്ടുള്ള പീപ്പിളിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം മാറ്റിവെച്ചത്. ഇവിടെ നമുക്ക് എല്ലാ സെൻസും ഉണ്ടായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു എഡ്യൂക്കേഷൻ സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇത് നമ്മളുടെ ഡ്യൂട്ടി. എന്റെ മുന്നിൽ വരുന്ന കുട്ടി, അവൻ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ ഇന്നലെ പെരുമാറിയപ്പോൾ ഇതല്ല, എന്തോ ഇൻഡിഫറെന്റ് ആയിട്ട് അവൻ ഇന്ന് പെരുമാറുന്നു. സോ ദർ ഇസ് സംതിങ്. അപ്പൊ അത് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മളത് കറക്റ്റ് ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി ചെയ്യുന്നത്. അതുകൊണ്ട് എഡ്യൂക്കേഷണൽ സെക്ടർ റിലേറ്റഡ് ഏത് കോഴ്സിലും സൈക്കോളജി എന്നുള്ളൊരു പേപ്പർ അവർക്ക് ഉണ്ടാവും. ബിഎഡുകാരോട് ചോദിച്ചറിയാം, അവർ പഠിക്കുന്നുണ്ട് സൈക്കോളജി പാർട്ട്. ഇത് മാത്രമല്ല, ഓരോ അക്കാദമിക് ഇയർ കഴിഞ്ഞ് നെക്സ്റ്റ് അക്കാദമിക് ഇയർ തുടങ്ങുന്നതിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, ആ ബ്രേക്കില് ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കും റിലേറ്റിംഗ് വിത്ത് ദിസ്. കുട്ടികൾ ഇങ്ങനെ ആയാൽ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവരെങ്ങനെ മാനേജ് ചെയ്യണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു ബിഹേവിയർ സയൻസ് ആണ്. 2 മെയിൻ റെഫറൻസസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോയിക്കോളൂ. ആ 2 മെയിൻ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയറൽ ആൻഡ് എഡ്യൂക്കേഷൻ. It aims to produce attractive changes in a child for the all-round development of his personality. അപ്പോൾ ഒരു കുട്ടിയില് അവന്റെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് നടത്താൻ വേണ്ടി, അവന്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ആകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെറ്റിംഗ് ആണ് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലുള്ള സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻസ് ആണ്.
അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു ടീച്ചർ ആവാൻ കഴിയായിരിക്കും, നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാംസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് യെസ് യു ആർ എ ടീച്ചർ, നിങ്ങളൊരു ടീച്ചറായി. അത് നിങ്ങൾ പിന്നെ ഒരു നല്ല ടീച്ചർ, ബെസ്റ്റ് ടീച്ചർ, അല്ലെങ്കിൽ ഒരു അങ്ങനെ ആയിത്തീരുന്നത് അല്ലെ, ആ ഒരു ആയിത്തീരുന്ന പ്രോസസ്സിലൂടെയാണ് ഈ ടീച്ചറും കുട്ടികളും കടന്നു പോകുന്നത്. ഓരോ കുട്ടി വരുമ്പോഴാണ് ആ ടീച്ചർക്ക് ആ ഒരു ചാൻസ് കിട്ടുന്നത് അല്ലെ ബെറ്റർ ആകാൻ. ഇപ്പൊ ഞാനിപ്പോ 13ാമത്തെ ബാച്ചാണ് മോണ്ടിസോറിയിൽ വരുന്നത്, 13ാമത്തെ ബാച്ച് വരുന്നത്. ഓരോ ബാച്ച് കഴിയുമ്പോഴും ഞാൻ അവരിൽ നിന്ന് ഓരോന്ന് പഠിച്ച് ഞാൻ വളരുക. ഓരോരോ ബാച്ച് വരുമ്പോൾ ഞാനും ഡെവലപ്പ് ആകുന്നു, കുട്ടികളും ഡെവലപ്പ് ആകുന്നു. എനിക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ബാച്ചുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ദേ മെയ്ഡ് മീ ടു ബിക്കം ബെറ്റർ. സെക്കൻഡ് ആവുന്നു, തേർഡ് ആവുന്നു, അങ്ങനെ ഞാൻ കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ആ ഒരു പ്രോസസ്സിൽ ടീച്ചറും കുട്ടികളും ഒരുമിച്ച് ഡെവലപ്പ് ആവുകയാണ്. ഒരു ടീച്ചർ എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞ ഒരാളല്ല, കുട്ടികളാണ് ടീച്ചറെ വളർത്തുന്നത്, അല്ലാതെ അവരുടെ സ്വന്തം പൊട്ടൻഷ്യൽ അല്ല. കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുവാണ് ഒരു ടീച്ചറെ. ഓക്കെ, സോ ഇവിടെ ആ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനൊപ്പം നമ്മളുടെയും ഡെവലപ്മെന്റ്, നമ്മളുടെ പേഴ്സണാലിറ്റി മാറുന്നു, നമ്മളുടെ സ്വഭാവം, ബിഹേവിയർ തന്നെ ചേഞ്ചസ് ആവും. അതില് കുട്ടികളുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ബാച്ചിൽ ഒരു ക്യാൻസർ സർവൈവർ ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ട്രീറ്റ്മെന്റും ഒക്കെ ഉണ്ട്, മെഡിസിൻ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോ. അപ്പൊ ഈ ക്യാൻസറിന് ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അതിന്റെ സൈഡ് എഫക്ട്സ് പോലെ ഈ കുട്ടിക്ക് അമ്മയാകാൻ കഴിയില്ല, കുട്ടികളില്ല. വേറൊന്നും ചിന്തിച്ചില്ല, കാരണം എനിക്ക് അസുഖമുണ്ട്, ഞാൻ ഇപ്പോഴും മെഡിസിൻ കഴിക്കുന്നു, ഒരു കുഞ്ഞ് ഉണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ആള് കണ്ടെത്തിയ ഒരു മെത്തേഡാണ് മോണ്ടിസോറി കോഴ്സിന് ചെയ്യുക എന്നുള്ളത്. ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ ചെറിയ കുട്ടികൾ തന്നെയാണ്, KG സെഷനിലെ കുട്ടികളാണ്. ഷീ ഈസ് വെരി ഹാപ്പി. ഇന്നലെ വന്നു, നേരിട്ട് കണ്ടു, അല്ലാതെ ഞാൻ വൈവയിൽ നേരിട്ട് ഇങ്ങനെ കണ്ടു കേട്ടോ, ഫേസ് ടു ഫേസ്. ബട്ട് നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര പോസിറ്റീവ്, ഭയങ്കര ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു. അതിൽ നിന്നൊരു എന്താ പറയുക, ഒരു പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ചില ആളുകൾ അസുഖങ്ങൾ വരുമ്പോഴേക്കും ആകെ ഡൗൺ ആവും, എന്നെക്കൊണ്ട് ഇനി പറ്റില്ല, ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതിയിൽ ഷീ ഈസ് എൻജോയിങ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഓഫ് ഹെർ ലൈഫ്. ആ ഒരു രീതിയിലൊരു കുട്ടിയെ ഞാൻ ഇന്നലെ കണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് ആരാ വായിക്കാൻ? നമുക്ക് 4 വരെ എടുക്കാൻ ഹീറ്റ് ആയിട്ടല്ലേ എഴുതി. ഞാൻ വായിക്കാം മാം. പ്ലീസ് 2 പേര് വന്നോ? എന്നാ ഒരു പാരഗ്രാഫ് ഒരാൾ വായിക്കൂ, രണ്ടാമത് പറഞ്ഞാൽ രണ്ടാമത്തെ പാരഗ്രാഫ് വായിക്കും. ക്ലാസ് തീരുവല്ലേ, 2 പേരുള്ളവർക്ക്. Okay, ma'am. Please. Thus, educational psychology is primarily concerned with understanding the process of teaching and learning that lies within formal surroundings and developing ways of improving those methods. It covers important topics like learning theory, teaching methods, motivations, cognitive, emotional, and moral development, parent-child relationships, etc. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം, എന്നിട്ട് അടുത്ത പാരഗ്രാഫ് വായിച്ചു കേട്ടോ. അടുത്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. നമുക്ക് ടീച്ചിങ്, ലേണിംഗ്, ടീച്ച് ചെയ്യുന്നത് ആ ഒരു ടീച്ചർ എന്ന് പറയുന്നേക്കാൾ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന താല്പര്യം, ആ ഒരു ഫെസിലിറ്റേറ്റർ ആണ് ടീച്ച് ചെയ്യുന്നത്. ലേണിംഗ്, സ്റ്റുഡൻസ്, പീപ്പിൾ, ചിൽഡ്രൻ, ഹൂവർ ഇറ്റ് ഈസ്, നിങ്ങളാണ് അവിടെ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. നിങ്ങളും ടീച്ചിങ് ചെയ്യുന്നുണ്ട്, നിങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, ഞാനും ലേൺ ചെയ്യുന്നുണ്ട്, നമ്മളും ടീച്ചേഴ്സും ലേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും രണ്ടും ചെയ്യുന്ന രീതിയാണ് നമ്മളുടെ. സെമിനാർ എടുത്തു, ദേ ആർ ടീച്ചിങ് അസ്, മേക്കിംഗ് അസ് അവെയർ അബൌട്ട് ഹെലൻ കെല്ലർ അല്ലെ. ഹെലൻ കെല്ലറെ പറ്റി നമ്മൾക്ക് ക്ലാസ് എടുത്ത് തരുമായിരുന്നു, നമ്മളെ മനസ്സിലാക്കിക്കുമായിരുന്നു. സോ സാധാരണ ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലെ കാര്യം എന്ന് പറയുന്നത് മോണ്ടിസോറി മെത്തേഡ് ആകുമ്പോൾ ചിന്തിക്കണം, വി ഓൾ ആർ വൺ, നമ്മളെല്ലാരും ഒരേപോലെയാണ്, എല്ലാരും തമ്മിൽ പഠിക്കുന്നു. ഓക്കെ, ഒരാളിൽ നിന്ന് പഠിക്കുന്നു, അയാൾ മറ്റേയാളെ പഠിപ്പിക്കുന്നു, ആ ഒരു രീതി. അതിന് പറ്റുന്ന സറൗണ്ടിങ്സ് ഉണ്ട്. പിന്നെ പല ഈ മെത്തേഡ്സ് ഇംപ്രൂവ് ചെയ്യുന്ന പല ഡെവലപ്പിംഗ് വേസും ഉണ്ട്. ഇനി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വരുന്നുണ്ട്, ലേണിംഗ് തിയറി, പല ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അതിന് വേണ്ടുന്ന മെത്തേഡ്സ് എടുക്കുന്നുണ്ട്. പല രീതിയിലുള്ള മെത്തേഡ്സ് ഇപ്പൊ അവൈലബിൾ ആണല്ലേ. ചിലപ്പോ
സ്റ്റഡി ടൂർ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന രീതിയിലുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും എക്സിബിഷനിലൂടെ പഠിപ്പിക്കലുണ്ടാവും, സ്മാർട്ട് ക്ലാസ് റൂംസ് ഉണ്ടാവും. മെത്തേഡ്സ് പലതാണ്. ഓക്കെ, സോ പിന്നെ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും എന്താ മോട്ടിവേഷൻ. നിങ്ങൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു, എവറിഡേ ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അല്ലെങ്കിൽ സൈൻ ഔട്ട് ചെയ്ത് താങ്ക് യു പറഞ്ഞു പോകുമ്പോൾ ഐ ആം ഗെറ്റ് മോട്ടിവേഷൻ. എനിക്ക് മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടിരിക്കുക അല്ലെ. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരാനും ഒക്കെ ആയിട്ട്, നെക്സ്റ്റ് വേറെ ബാച്ചിനാണെങ്കിൽ പോവാനും ഒക്കെ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. നല്ലൊരു പ്രെയർ ചെയ്യുമ്പോൾ ഒക്കെ ഞാനിവിടെ മോട്ടിവേറ്റഡ് ആവുക. അപ്പൊ നമ്മൾ പരസ്പരം മോട്ടിവേറ്റും ചെയ്യുന്നുണ്ട് അല്ലെ. മോട്ടിവേഷൻസ് നടക്കുന്നു. പിന്നെ കുട്ടിയുടെ ഡെവലപ്മെന്റ്സ്, കോഗ്നിറ്റീവ്, ഇമോഷണൽ, ബുദ്ധിപരമായും വൈകാരികപരമായും മോറൽ സൈഡ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്, ഇവിടെ മോനൊരു ഇഷ്യൂ വന്നപ്പോൾ അവിടെ അതിരെയൊന്നു നല്ല രീതിയിൽ ഇടപെടുന്നു. കുട്ടിക്ക് എന്താണോ വേണ്ടത്, എന്ത് സപ്പോർട്ടാണ് വേണ്ടത്, ആ ഒരു സൈഡിലേക്കൊക്കെ ശ്രദ്ധിക്കുന്നു അല്ലെ. നെക്സ്റ്റ് പാരഗ്രാഫ് വായിച്ചു. Educational psychology helps the teacher to understand the students and improve their ability. The field of educational psychology involves the study of memory, theoretical process, and individual differences via cognitive psychology in conceptualizing new strategies for learning process in humans. Educators change the teaching methods and environment so that the maximum number of students is served in the general educational department environment. ഒരു ടീച്ചർക്ക്, നമ്മൾ പറയുക ഫെസിലിറ്റേറ്റർക്ക്, കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് പറ്റും ത്രൂ എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റേറ്ററെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടിയുടെ എബിലിറ്റി, പൊട്ടൻഷ്യൽ, കപ്പാസിറ്റി എന്താന്ന് നമുക്ക് മനസ്സിലാവും. അവനെ ആ രീതിയിൽ നമുക്ക് ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെമ്മറിയുമായിട്ട് റിലേറ്റഡ് ആണ്. പല തിയററ്റിക്കൽ പ്രോസസ് നടക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസ്, നമ്മൾ പറഞ്ഞു ഓരോ കുട്ടിയും യുണീക്കാണ്. അവരുടെ ഡിഫറൻസസ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. അതിന് വേണ്ടുന്ന ന്യൂ സ്ട്രാറ്റജീസ്, പുതിയ പുതിയ മെത്തേഡ്സ്. ഇപ്പോ ഒരു ടോപ്പിക് തിയറി പോർഷനാണ്, ഭയങ്കര ഡ്രൈ ആണ്, അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല, അവർക്ക് ഉറക്കം തോന്നുന്നു പറയുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് മാറ്റും. അതൊരു കഥയിലൂടെയോ ഒരു ഡ്രാമയിലൂടെ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയോ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമുക്കത് മോർ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് പറ്റും. അത് നമ്മളുടെ ഒരു കഴിവാണ് അല്ലെ. അത് അങ്ങനെ ചെയ്യുന്ന എത്രയോ നല്ല ടീച്ചർമാര് നമ്മളുടെ സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നതാണ് അല്ലെ. അതൊക്കെയാണ് ന്യൂ സ്ട്രാറ്റജീസ് എടുക്കാനായിട്ട് പറ്റും ഈ ഓരോ മനുഷ്യർക്കും വേണ്ടിയിട്ട്, ഹ്യൂമൻസിന് വേണ്ടിയിട്ട്. എഡ്യൂക്കേറ്റേഴ്സ്, ഈ ടീച്ചിങ് കൊടുക്കുന്നവരെ ചേഞ്ച് ദ ടീച്ചിങ് മെത്തേഡ്സ്. ആ ടീച്ചിങ് മെത്തേഡ്സ് മാറ്റുന്നു, എൻവയോൺമെന്റ്സ് മാറ്റുന്നു. മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ സെർവ് ചെയ്യാനായിട്ട് ആ ഒരു എൻവയോൺമെന്റിൽ അവർക്ക് പറ്റണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഡ്രൈ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കുട്ടികളുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേരിയസ് ആക്ടിവിറ്റീസും മെത്തേഡ്സും യൂസ് ചെയ്ത് അവരുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നു. അതാണ് ശരിക്കും എഡ്യൂക്കേഷൻ സൈക്കോളജി നടക്കുന്നത്. അതിന് ഒരു ഫെസിലിറ്റേറ്റർക്ക് പറ്റണമെങ്കിൽ അവര് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നുള്ള സപ്പോർട്ട് അവർക്ക് വേണം. അവരെ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യിക്കണം. PFA നിങ്ങളുടെ സിലബസിലില്ല, PFA നിങ്ങൾക്ക് തന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ വരുന്ന ഏതൊരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് പറ്റണം. അതുകൊണ്ടാണ് നമ്മൾ PFA അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ ഇറ്റ്സ് ഫോർ അസ് ഓൾസോ. നമുക്കും ഒരു സ്ട്രെസ് സ്ട്രെയിൻ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, സോ എങ്ങനെ എനിക്കിത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും, അതെല്ലാം ഇതിൽ വരും. ഓക്കെ ഫൈൻ, നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പെൻഡിങ് ആയിട്ടുള്ളത് ഞാൻ അയച്ചു നിൽക്കാം. ഇത് സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് മാം, പറയട്ടെ. പ്ലീസ്. Good afternoon, Jisha ma'am and my dear Montessori trainees. I am Jisna, student of Montessori class in 10th batch. On behalf of this online, I'd like to express your sincere gratitude to Jisha ma'am for the expertise in guiding us through this section. Seminar of Helen Keller. Team members, this seminar
introduction presented to Arya. A presentation topic is Sajana Ando. Helen Keller education presented to Danya. Topic Helen Keller personal life presented to Adira. Conclusion of Helen Keller's story in Manju. Next, Vaishnavi and the team. Team members are Adira, Noora, Vaishnavi, Remya, Thomas. Thank you all of your excellent performance and effort. The new Jisha ma'am started to new chapter educational psychology. The application of psychological findings in the field of educational is called educational psychology. Psychology education is a positive science and growing science is not a normative science. The two educational psychology is a two main references. Educational psychology is primarily concerned with teaching and learning, developing ways of improving of those methods, learning theory, teaching methods, motivations, emotional and etc. And improves their ability. Thank you. Have and you will be filled with a happy day. Thank you, ma'am, for your guidance and my dear Montessori trainees support. Have a nice day. Thank you. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am.